നീക്കം ചെയ്യാറ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഓരോ ഇലക്ഷൻ വരുമ്പോഴും പണ്ട് പാർട്ടികൾ അവരുടെ പിരിവുകൾ ബക്കറ്റ് പിരിവൊക്കെ എടുത്തിട്ട് നമുക്കറിയാമല്ലോ, അങ്ങനെ പല രീതിയിൽ സംഭാവനകളൊക്കെ പിരിച്ച് ആൾക്കാരെ ഭീഷണിപ്പെടുത്തി, ആൾക്കാരുടെ ചുമരുകളൊക്കെ ഭീഷണിപ്പെടുത്തി തട്ടിയെടുത്ത് അതിലൊക്കെ എഴുതി, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പണ്ട് ഇലക്ഷനുകൾ നേരിട്ടിരുന്നത്. ഇപ്പോൾ അതിന് പകരം സർക്കാരായി ഭരണത്തിലിരിക്കുന്ന ആളുകൾ സർക്കാരിൻ്റെ, അതായത് നമ്മുടെ നികുതിപ്പണം എടുത്തിട്ട് ചിലവാക്കിയിട്ടാണ് ഇലക്ഷനുകളിൽ അവർ പരസ്യം ചെയ്യുന്നത്. അപ്പോൾ ഒരു 1 ഇയർ മുമ്പേ അതങ്ങ് തുടങ്ങും. അപ്പോൾ എന്ന് വെച്ചാൽ കാരണം 6 മാസത്തിൽ അത് ബ്ലോക്ക് വരുന്നതുകൊണ്ട് അതിന് മുന്നേ ഈ ആക്ടിവിറ്റീസ് അങ്ങ് തുടങ്ങിയിട്ട് വേറെ കുറച്ച് പദ്ധതികൾ അങ്ങ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യം സർക്കാരിൽ കാശില്ല, സർക്കാർ കടം കയറി മുടിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പം അതിന് കണ്ടെത്തിയതാണ് ഫണ്ടുള്ളത് അമ്പലങ്ങളിലാണ്. ഇത് പണ്ട് നമ്മൾ രാജാക്കന്മാരൊക്കെ കൊള്ളയടിക്കുന്ന സമയങ്ങളിലൊക്കെ ചെയ്തിരുന്ന അതേ ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും മറ്റു മതങ്ങളുടെ ആണല്ലോ നമ്മൾ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുക. ചില ഹിന്ദു രാജാക്കന്മാരുടെ വന്ന് ഹിന്ദു ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാറുണ്ട് എന്ന് പറഞ്ഞ പോലെ നിരീശ്വരവാദികളായിട്ടുള്ള അങ്ങനെ ബിഹേവ് ചെയ്യുന്ന CPM-കാർ ശബരിമല അല്ലെങ്കിൽ അങ്ങനത്തെ ദേവസ്വം ബോർഡുകളെ മറയാക്കിയിട്ട് അവിടെ നിന്ന് ഗോൾഡ് അടിച്ചു മാറ്റുന്നു. അതിൻ്റെ പേരിൽ ഇലക്ഷൻ പ്രചരണം നടത്തുന്നു. അയ്യപ്പനൊരു കുഞ്ഞൊരു സാധനം അവിടെ വെച്ചിട്ട് അയ്യപ്പ സംഗമം എന്നൊക്കെ പറഞ്ഞിട്ട് ഇലക്ഷൻ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അലക്കിനും മനസ്സിലാവുന്നുണ്ടോ ആവോ?